പിണറായി വിജയനും എം വി ഗോവിന്ദനുമൊക്കെ ഒരു വിലയും നൽകുന്നില്ലെങ്കിലും കേന്ദ്ര ജനറൽ സെക്രട്ടറി എം.എ. ബേബിക്ക് നേതാക്കൾക്ക് നൽകാനുള്ള ഒരു ഉപദേശമുണ്ട് തിരുത്തലിന്റെ ഭാഗമായി. അതുകൂടി കേൾക്കാം. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് താങ്ങാവുന്നത്ര നേരമേ നമ്മൾ സംസാരിക്കാവൂ. ഒന്ന്, അതെനിക്കും വളരെ കൂടുതൽ ബാധകമാണ്. രണ്ട്, താങ്ങാവുന്ന ഭാഷയിലേ നമ്മൾ സംസാരിക്കാവൂ. നമ്മൾ എങ്ങനെ മാറണം എന്നുള്ള കാര്യം വരുമ്പോൾ എല്ലാം മാറ്റത്തിന് വിധേയമാണെന്നുള്ള സിദ്ധാന്തം പറഞ്ഞിട്ട് അതൊക്കെ ശരി, പക്ഷെ ഞാൻ മാറുന്ന പ്രശ്നമില്ല എന്ന് ഞാൻ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ശ്രീ ജയശങ്കർ, ഇത് പാർട്ടി പ്രവർത്തകർ നേതാക്കൾ ശിരസ വഹിച്ചാൽ എല്ലാം നന്നാവും. അല്ല, ഇതൊക്കെ കാണുമ്പോഴാണ് ഈ മരിച്ചുപോയ ശ്രീനിവാസൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സത്യനാഥികാടും അതുപോലെ കുമാരപിള്ള സാറിനെ കൃത്യമായിട്ട് അവതരിപ്പിച്ച ശങ്കരാടിയൊക്കെ എത്ര വലിയ കലാകാരന്മാരാണെന്ന് നമുക്ക് മനസ്സിലാവും. ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പെട്ടെന്ന് പറ സഖാവിന് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞ ശങ്കർ അത് വളരെ കൃത്യമാണ്. പാർട്ടിയിലെ ബുദ്ധിജീവികളാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ അവർക്ക് മനസ്സിലാവും. അത് സാധ്യവുമല്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും രാജീവ് സഖാവിന്റെ ആ വാമൊഴി വഴക്കത്തിന് വല്ല പുറമേ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. ബേബി സഖാവ് കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയണമെന്ന് പറയുന്നത് പോലും കേട്ടാൽ മനസ്സിലാകാത്ത രീതിയിലാണ്. അവർ പ്രത്യയശാസ്ത്ര പ്രശ്നമായിട്ടാണ് തെരഞ്ഞെടുപ്പിലെ തോൽവിയെ മനസ്സിലാക്കുന്നതും അതിനെ അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് അത്ര പിടിപാടില്ലാത്തതുകൊണ്ട് ഇവർ പറയുന്നത് എന്തോ മറുഭാഷയാണ്. ചില പെന്റക്കോസ്റ്റ് പാസ്റ്റർമാരൊക്കെ മറുഭാഷ പറഞ്ഞിട്ടില്ല. അതുപോലെ എന്തോ ആണെന്നാണ് സാധാരണക്കാർ വരുന്നത്. അപ്പോൾ ഒന്നുകിൽ അവർക്ക് ഭ്രാന്താണെങ്കിൽ നമുക്ക് ഭ്രാന്താണ് എന്ന് ജനങ്ങൾക്ക് തോന്നും. അപ്പോൾ ആരും സ്വയം ഭ്രാന്തന്മാരാകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇവർ പറയുന്നത്. ഈശ്വര, ഇവിടെ ആരും പറഞ്ഞു ചിരിക്കാനായിട്ട്